കുഞ്ഞാട് എവിടെയുണ്ട്. ഉണ്ട്. എത്ര നേരം കാത്തിരുന്നല്ല ഈശോയെ അങ്ങനെ ഒന്ന് കാണാൻ പറ്റുന്നത്. അയ്യോ, ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മളെ ദൈവം കാണിച്ചു തരുന്നു. കണ്ണുണ്ട്. കണ്ടോ കുഞ്ഞി കണ്ടിരിക്കുന്നത്? കണ്ടോ? അയ്യോ, വാരിയെടുക്കാനാണ് തോന്നുന്നത്. എനിക്കായി രക്തം ചിന്തി മരിച്ച ഒരു ക്രിസ്തുവാണിത്. ഈ കുഞ്ഞാളാണ്. നിങ്ങൾ കണ്ടോ? എനിക്കിങ്ങനെ ദൈവം എന്നെ ഡെയിലി ഇങ്ങനെ കാണിച്ചു തരുന്നതിന് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം തണുപ്പിക്കുന്നത്, എൻ്റെ ആ ദുഃഖത്തിലൊക്കെ എൻ്റെ വേദനകളെ ഇല്ലായ്മ ചെയ്യുന്നത് ഈ ഒരു ഇമേജാണ്. ഈ തിരുരക്തം ഇവിടം വരെ ഒരു മിനിറ്റ് മുന്നേ ഉണ്ടായിരുന്നില്ല. ആടും ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല. ഇപ്പം എല്ലാവരും ഉണ്ട്. ഈ കുഞ്ഞാടെ ഇങ്ങനെ ഈ തിരുരക്തമായിട്ട് വന്നിട്ട് പറയുകയാണേ നമ്മളോടെ, ഈ രക്തം നിനക്ക് വേണ്ടി എന്നെയാണ് മുറിച്ചതെന്ന്. കേൾക്കുന്നുണ്ടോ? എന്നെയാണ്, എൻ്റെ രക്തമാണ് ദൈ കാണുന്നത്, എന്നെയാണ് മുറിച്ചതെന്നാണ് ഈശോ പറയുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പം മൊണോട്ടണസ് ആയിട്ട് എല്ലാ ദിവസവും ജോസ്ഫിനെ എടുത്തിടുന്ന, എനിക്കങ്ങനെ എല്ലാ ദിവസവും എടുത്തിടാനായിട്ട് ഇന്ന് കിട്ടുന്നതുകൊണ്ടാണല്ലോ ഇടുന്നത്. ഇതാ കണ്ട, ദിവസം കാണുന്നുണ്ടല്ലോ അല്ലേ ഡേറ്റ്. ഞാനവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ അവിടെ നിന്ന് ഡിസ്പ്ലേ കാണിക്കുന്നതാണ്. അതാ പോയി എൻ്റെ ഈശോയെ. മതി, എനിക്ക് ഒരു സെക്കൻഡ് ഒന്ന് കണ്ടാൽ മതി. ഇത്രമാത്രം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ നഗ്നമായിട്ടുള്ള കണ്ണുകൾക്ക് കാണാൻ പറ്റുമ്പോൾ എനിക്ക് ആ സ്പ്ലിറ്റ് സെക്കൻഡിലേക്കാണെങ്കിലും അത് മതി. ആ ദൈവിക സാന്നിധ്യം ഇത്രയധികം ഒരു ഈശോയ്ക്ക്, ഒരു ദൈവത്തിനും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുമോ ഈ ഈശോയ്ക്കല്ലാതെ? സ്വർഗം മാലാഖമാർ പരിശുദ്ധൻ പറഞ്ഞ് പാടിപ്പുകഴ്ത്തി മാലാഖമാർ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിൽ നിന്നാണ് അവിടെ നിന്ന് വിട്ട് ഈ ഭൂമിയിൽ. ഇവിടെ എത്ര പേരുണ്ട്? 50 പേരിൽ കൂടുതൽ ഇന്ന് ഇവിടെ ഇല്ല, കാരണം വീക്ക് ഡേ ആണ്. എന്നാലും 50 പേര് തന്നെ ഒരു വലിയ 3 മണി സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉറങ്ങാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള സമയങ്ങളാണ്. അതെല്ലാം കളഞ്ഞിട്ട് നിന്നെ എന്നെയും പോലെ ഈ 3 മണിക്കായിട്ട് കാത്തിരിക്കുന്ന ഒരുപറ്റം ആൾക്കാർ, കുറേ അച്ഛന്മാരും. ഞാൻ ഓർക്കും ഈ അച്ഛന്മാർക്കെല്ലാം എന്തുമാത്രം സഹനം സഹിച്ചിട്ടാണ് അവരും ഈ അർലിക്കയൊക്കെ എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. നമ്മളെ ഈശോയിലോട്ട് അടുപ്പിക്കാനാണല്ലോ അവരും പരിശ്രമിക്കുന്നത്. മാറിപ്പോകുമ്പം, ഓസ്തിയിൽ നിന്ന് ആ രൂപം മാറിപ്പോകുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാകും. പക്ഷേ ഞാൻ വിചാരിക്കും അത്ര നേരത്തേക്കെങ്കിലും ഈശോനെ കാണാൻ കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് ഉണ്ടാകുക. ശരിക്കും ഞാൻ നിങ്ങളോടുള്ള സത്യം പറയാം, ഇതുമാതിരി ഈശോ എഴുന്നള്ളി വന്ന് ഈ 2-3 വർഷത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദന, കുറച്ച് വർഷങ്ങളായി, അതിപ്പോൾ കുഴപ്പമില്ല. ഈ 2-3 വർഷം ഈ അർലിക്കയുടെ മുന്നിൽ ഇരുന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊന്നും നടന്നു കിട്ടാതിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും എന്നും ഒരാളൊരു മിറക്ലസ് ആയിട്ടുള്ള അത്ഭുതം നടന്നു. ഇന്നലെ വൈകുന്നേരം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കുന്ന ഒരാളെ ഞാനും മരിച്ചൊക്കെ ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. പക്ഷേ എൻ്റെ കാര്യം നടന്നു കിട്ടാത്തതുകൊണ്ട് ഞാൻ ദുഃഖിച്ചിട്ടാണ്. പക്ഷേ ഇതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അതിലും ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ചിലപ്പം ആ മാനുഷികമായ വ്യത വരും. അപ്പം ഈശോ ഇങ്ങനെയാണ് എന്നോട് പറയുന്നത്. അതൊരു നേരിയ തട്ടിപ്പാട് ഏതാണ്ടുണ്ട് കേട്ടോ, കുഞ്ഞാടിൻ്റെ ഒരു ചായ. ഇപ്പം അത് ചിലപ്പം നല്ലതായിട്ട് വരുമായിരിക്കും. അപ്പം ഈശോ എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്: കുഞ്ഞെ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇപ്പം അത് നേരത്തെ കണ്ടത്ര അതാ ഈശോ ആ രക്തസാന്നിധ്യം എല്ലാം ആ രീതിയിലുള്ളത് അവിടെ നിന്ന് മാറി. അപ്പം ഈശോ പോകുമ്പം കാണാണ്ടാകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നും. പക്ഷേ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലേക്കാണേലും അത് ക്ലിയറായിട്ട് വരുന്നുണ്ട്. സ്പ്ലിറ്റ് സെക്കൻഡിലേക്കാണേലും വരുമ്പം ഇതാണ് എന്നെ പിടിച്ചു നിർത്തിയത്. പതറിപ്പോകാതെ, വിശ്വാസം കൈവിട്ടു പോകാതെ, പ്രതീക്ഷ നശിക്കാതെ
പ്രാർത്ഥിക്കാനും ഉറച്ചു നിൽക്കാനും വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ ഈ കുഞ്ഞാണ്ടാണ് എന്നെ സഹായിച്ചത്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ ഈ കുഞ്ഞാടിനറിയാം. ഞാൻ കണ്ണും കൊണ്ട് ഉറ്റു നോക്കി എപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്നും പറഞ്ഞ് നോക്കിയിരുന്നത് ഈ കുഞ്ഞാടിനറിയാം എന്നെ. ചില ആൾക്കാർ ചോദിക്കും, ജോസ്ഫിനെ എന്തിനാ കരഞ്ഞ? വിഷമം കൊണ്ടല്ല, ഈ കുഞ്ഞാട് സ്വർഗം വിട്ടിറങ്ങി എൻ്റെ അരികെ ഇങ്ങനെ വരുന്നതിനെ കൊണ്ടാണ്. അതോർത്തിട്ടാണ് സങ്കടം വരുന്നത്. ആ സ്നേഹത്തിൽ നിന്നുള്ള, ഹൃദയത്തിൽ നിന്നുള്ള കരച്ചിലാണ്. സ്നേഹം ഇതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരാളെപ്പോലും ഈശോ സ്നേഹിക്കാതിരുന്നിട്ടില്ല. നിങ്ങളെ എല്ലാവരെയും ദൈവം അമിതമായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെ ഈ ഒരു സമയത്തിലേക്ക് കൂട്ടി പിടിച്ചുകൊണ്ട് വരുന്നതല്ലേ. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക, പ്രതീക്ഷ വെക്കുക. ഇത്രയും ചെയ്യുന്നൊരു ദൈവം വേറെ എന്താണ് നമുക്ക് ചെയ്തു തരാതിരിക്കുന്നത്? സ്വർഗം വിട്ടിറങ്ങി ഈ ഒരു കുഞ്ഞ് അരളിക്കയിൽ ആ മഹാനായ ദൈവം വന്നിരിക്കുമെങ്കിൽ നമുക്ക് എന്ത് തന്നെ ചെയ്ത് തരികില്ല. ഞാൻ എക്സ്ക്ലമേഷൻ മാർക്കാണ്. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക, നഷ്ടപ്പെടാതിരിക്കുക, പ്രത്യാശ. എന്നെ കൂടെ വല്ലപ്പോഴൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു.